ഈ ഔസേപ്പച്ചൻ സാറ് ഈ പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഇത് ആര് ചെയ്ത പാട്ട് എന്ന് ആലോചിച്ചോ? എന്നാ ആലോചിച്ചില്ല. ഞാൻ ആലോചിച്ചത് മറ്റൊന്നാണ്. അതിന് കുറച്ച് കുഞ്ഞുങ്ങൾ അന്ന് ഇത് 40 കൊല്ലം മുമ്പ്, ഏതാണ്ട് 40 കൊല്ലമായി അല്ലേ, 85. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ ഞാൻ ആലോചിക്കണം, ഇന്ന് അവർക്കൊക്കെ ഒരു 45-50 വയസ്സിൻ്റെ അവിടേക്ക് ആയി കാണും. അവരൊക്കെ എങ്ങനെയുണ്ടാവും എന്ന് ആലോചിച്ചു പോയി. ഓക്കെ, അത് ഞങ്ങളത് ആലോചിച്ചില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചില്ല? ഇല്ല, ആലോചിച്ചു. നമ്മൾ ആലോചിച്ച വേറെ കാര്യം, അത് അങ്ങനെ പ്രക്ഷേപിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ 85 കുട്ടികൾക്ക് ഇപ്പോൾ 19 വയസ്സുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഔസേപ്പച്ചൻ സാറേ, നമ്മുടെ ലോകമെമ്പാടുമുള്ള ആളുകൾ വിജയമോഹൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലെ, ഞാൻ ഒരു കാര്യം ആത്മാർത്ഥമായി ഔസേപ്പച്ചൻ സാറിനോട് പറയാനുള്ളത്, എന്റെ ക്രിസ്മസ് ഓർമ്മകളിൽ ആദ്യം എടുത്താൽ ഈ പാട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷെ ഞാനിപ്പോ നമ്മൾ 81-ലാണ് ജനിക്കുന്നത്. 81. അത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മള് കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ആകാശവാണിയാണ് നമ്മുടെ ഒരു മാധ്യമം. അതില് ഈ വൈകുന്നേരങ്ങളിൽ 6:25 കഴിയുമ്പോൾ ഒരു ചലച്ചിത്രഗാനമുണ്ട്. അതിൽ ഉറപ്പായും മിക്കവാറും ദിവസവും ഈ പാട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് കാലത്ത് ഉറപ്പായും ഈ പാട്ട് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ചെറുതിലെ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്ന കാലത്തെ ക്രിസ്മസ് ഓർമ്മകളിൽ ആദ്യം ഈ പാട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ നൊസ്റ്റാൾജിയ തോന്നുന്നു. ഞാൻ എന്റെ വീട്ടിലിരുന്ന് ആ പാട്ട് കേൾക്കുന്നത് ഞാൻ ഓർക്കുമായിരുന്നു. അത് യാതൊരു കലർപ്പും ഇല്ലാതെ പറയുക വസ്തുതയാണ്. അല്ല, ഔസേപ്പച്ചൻ സാറ് തരളിത ഹൃദയനായി. ആ പാട്ടിന്റെ സൃഷ്ടാവിന്റെ മുന്നിൽ ഇരുന്ന് പറയുന്നതിൽ വലിയ സന്തോഷം. ചെറിയ കാര്യമല്ല. ഔസേപ്പച്ചൻ സാറേ, പിന്നെ വേറെ കാര്യം കൂടെ പറയാം. നിങ്ങളുടെയൊക്കെ ഈ മ്യൂസിക് കണ്ട് ഈ വിജയകുമാറും ചില്ലറ അസുഖം തുടങ്ങിയിട്ടുണ്ട്. കാണുന്ന സാധനം എടുത്തിട്ട് കൊട്ടുക പരിപാടി തുടങ്ങിയിട്ടുണ്ട് പുള്ളി. അതെയോ? അത് തുടങ്ങി. അത് ചെറിയ പരിപാടി. പുള്ളി കുറച്ച് ടേസ്റ്റ് ഉണ്ട്. ഇല്ല, ഞാനിത് പഠിച്ചതല്ല. എന്റെ ഒരു ചെറിയ താളബോധം കൊണ്ട് ഞാൻ വെറുതെ കൊട്ടുന്നേ ഉള്ളൂ. അത് ഗ്ലാസോ കുപ്പിയോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഉള്ള സത്യം ഞാൻ പറയാം. സാറ് വെളി പറയരുത്. ഈ പുള്ളിക്കാരൻ ഈ വീട്ടിലിരുന്ന് ഈ പരിപാടി ഉണ്ടായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് പറയാല്ലേ? കുപ്പി അല്ല, വീട്ടിൽ കാണുന്ന കുപ്പിയും അടുക്കളയിക്കുന്ന അലുമിനിയം പാത്രവും എല്ലായിടത്തും കൊട്ടാൻ തുടങ്ങി. ഭാര്യ കൂടും കൊടുക്ക എല്ലായിടത്തും വെളി കളഞ്ഞു. ഇതിന് മേലെ അവിടെ കുറ്റം പാടില്ല. സാർ തമാശ പറയാൻ തുടങ്ങുകയാണ്. സാറ് കുറച്ച് തമാശ പറയാം, ആദ്യം പറയും. അല്ല, കുപ്പിയെടുത്ത് ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ, കുപ്പിയെടുത്ത് കൊട്ടിയാൽ കുഴപ്പമില്ല. കുപ്പിയെടുത്ത് കൊട്ടുകയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. പക്ഷെ കുഴപ്പം എന്താ അറിയാ സാറേ, സാർ ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായി. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തോട് ഒരാൾ മദ്യവെച്ചിട്ട് പോയാൽ ഇദ്ദേഹം ഇറങ്ങി വീഴും. വളരെ അങ്ങനെ ഒരു ഇഫക്റ്റ് ഉള്ള ആളാ. അപ്പൊ എന്തായാലും ഈ വീട്ടിൽ നിന്ന് കൂടും കൊടുക്കുക എല്ലാം എടുത്ത് വെളി കളഞ്ഞോടെ അതെല്ലാം ശേഖരിച്ചപ്പോ 24 ഓഫീസിൽ കൊണ്ടുവച്ചിരിക്കുക. കണ്ണ് തപ്പി ഇതെടുത്ത് കൊട്ടും. വാർത്ത വായിക്കേണ്ട സമയം കളഞ്ഞ് ഇതെടുത്ത് കൊട്ടുക പരിപാടി. ഭാവിയുണ്ട്. അല്ല, എനിക്ക് ആവശ്യം വരുമ്പോ വിളിച്ചാൽ ഫോൺ നമ്പർ തന്നാൽ റെക്കോർഡിങ്ങിനൊന്ന് വിളിക്കണമെന്നുണ്ട്. അല്ലെങ്കിൽ സാർ മ്യൂസിക്കൽ വൈഫിലെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തിയാൽ മതി. ഒരു മ്യൂസിക്കൽ വൈഫിലെ മ്യൂസിക്കൽ ഹസ്ബൻഡായിട്ട്. കാര്യം മ്യൂസിക് കാരണം വീട്ടിൽ വെളിയിലായി പോയാളാ. മ്യൂസിക്കൽ ഹസ്ബൻഡ്. അപ്പൊ സാറേ, നമുക്ക് എല്ലാവർക്കും ഒരു ആശംസ സാർ എല്ലാവർക്കുമായിട്ട് പറയുക. അതോടെ നമുക്ക് തൽക്കാലം കുർബാനയ്ക്ക് പോണ്ടേ? അതെ, പിന്നെ എല്ലാവരും ഈ ക്രിസ്മസ് നാളെ മഹാസംഗമത്തിലൂടെ ഞങ്ങളുടെ ഒരു ചെറിയ ക്രിസ്മസ് സമ്മാനം വരുന്നുണ്ട്. അതാണ് ക്രിസ്മസ് കാരൽ സോങ്. ഞാനും സുജയും കൂടി നിർമ്മിച്ചത്, ഹരിശങ്കർ പാടിയ പാട്ട്. അതാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം നിങ്ങൾക്ക് തരാനുള്ളൊരു ഗിഫ്റ്റ്. പിന്നെ എല്ലാവരും സ്നേഹം പങ്കിടുക, നമ്മളെക്കാൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുക. അതോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരും. ലോകം നന്നാവും എന്നും എപ്പോഴും. ഓക്കെ, താങ്ക് യു ശ്രീ ഔസേപ്പച്ചൻ. തൃശ്ശൂരിൽ നിന്നാണ് സംഗീത സംവിധായകൻ ശ്രീ ഔസേപ്പച്ചൻ നമുക്കൊപ്പം ചേർന്നത്. ഈ ദിനത്തിൽ അദ്ദേഹത്തെ കിട്ടിയതിന് സന്തോഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.